തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കൃത്യമായ രേഖകൾ സമർപ്പിക്കുന്നതുവരെ ഹിയറിംഗിന് വിളിക്കില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ വെച്ചാണ് ഇക്കാര്യം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയത്. അതേസമയം കണ്ടെത്താനാകാത്തവരുടെ പട്ടികയിലും ബൂത്ത് തിരിച്ചതിലും വ്യാപക പ്രശ്നമുണ്ടെന്ന് കോൺഗ്രസ് ആരോപിച്ചു. രേഖയായി ജാതി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നതിനെതിരെയും കോൺഗ്രസ് രംഗത്തെത്തി. ഇതിനിടെ SIRനായി വില്ലേജ് ഓഫീസുകളിൽ ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങാൻ സർക്കാർ ഉത്തരവിറക്കി. ഒഴിവാക്കിയവരിൽ അർഹരെ ഉൾപ്പെടുത്താനാണ് വില്ലേജുകളിൽ 2 ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഹെൽപ്പ് ഡെസ്ക് തുടങ്ങാൻ സർക്കാർ ഉത്തരവിട്ടത്. ഉന്നതികൾ, മലയോര തീരമേഖലകൾ തുടങ്ങിയ സ്ഥലങ്ങളിലെത്തി ബോധവൽക്കരണം നടത്താൻ അംഗനവാടി ആശാവർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകരെ എന്നിവരെ നിയോഗിക്കാനും കളക്ടർമാരോട് നിർദ്ദേശിച്ചു. 2002 വോട്ടർ പട്ടികയിൽ ഉള്ളവരുമായുള്ള ബന്ധുത്വം ഒത്തുനോക്കാനാകാത്ത 19.32 ലക്ഷം പേരാണ് കരട് പട്ടികയിലുള്ളത്. ഇവരിൽ പട്ടിക പുറത്തിറക്കിയ ശേഷം BLOമാർക്ക് ഒത്തുനോക്കാൻ കഴിഞ്ഞവരെയും ഹിയറിംഗിന് വിളിക്കില്ല. പ്രായമായവരെയും ഹിയറിംഗിൽ നിന്ന് ഒഴിവാക്കണമെന്നും ഓൺലൈൻ ഹിയറിംഗ് പരിഗണിക്കണമെന്നും പാർട്ടികൾ ആവശ്യപ്പെട്ടു. ഹിയറിംഗ് കുറയ്ക്കണമെന്ന് CPM ആവശ്യപ്പെട്ടെങ്കിലും ഒഴിവാക്കുന്നതിനെ BJP എതിർത്തു. ജീവിച്ചിരിക്കുന്ന ആളുകളെയും സ്ഥലത്തുള്ളവരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്ന് കോൺഗ്രസ് വിമർശിച്ചു. ഇവരെ അപേക്ഷ നൽകാതെയും ഹിയറിംഗ് നടത്താതെയും പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ചില മണ്ഡലങ്ങളിൽ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചും വാടക വീടുകൾ പേര് ചേർത്തത് ഇപ്പോൾ കാണാനില്ല. വ്യാജ വോട്ട് തടയണമെന്നും കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടികളുടെ ആവശ്യം പരിഗണിക്കാത്തതിനാൽ യോഗം ചേരുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. ഇതേ തുടർന്ന് യോഗം വേണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടതോടെ അടുത്ത ആഴ്ചയും ചേരാൻ ധാരണയായി. പേരുറപ്പിക്കാൻ ജാതി സർട്ടിഫിക്കറ്റ് രേഖയായി ചോദിക്കുന്നതിനെ കോൺഗ്രസും ലീഗും എതിർത്തു.